ഈ പാർട്ട് ടൈം കൊണ്ട് നിങ്ങൾക്ക് ലോൺ അടച്ചു തീർക്കാൻ പറ്റത്തില്ല. ഒരു മരുന്ന് മേടിക്കാം, കാശില്ല ആണ്. ആ 300 എടുത്ത് നിങ്ങൾ അങ്ങോട്ട് അടച്ചെന്ന് വെച്ചോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് ടൈം കൊണ്ട് ലോൺ അടച്ച് തീർക്കാൻ പറ്റുമോ, നമ്മള് ട്യൂഷൻ ഫീസ് ബാക്കി എമൗണ്ട് ഇവിടെ വന്നിട്ട് അടച്ചു തീർക്കാൻ പറ്റുമോ, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് റീസെന്റ് ആയിട്ട് കുറെ മെസ്സേജ് വരുന്നുണ്ട്, ചേട്ടാ ഞാനിങ്ങനെ എത്രയാ 15 ലക്ഷം 20 ലക്ഷം ഒക്കെ ലോൺ എടുത്ത്, അപ്പൊ ഇത് പാർട്ട് ടൈം കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റുമോ, അതായത് എനിക്ക് ഇത് കുറച്ച് 2-3 കൊല്ലമൊക്കെ ആയി കഴിഞ്ഞാൽ കുറെ ഇൻട്രസ്റ്റ് കൂടും, അപ്പൊ അതിന് മുന്നേ എനിക്ക് അടച്ചു തീർക്കാൻ പറ്റുമോ, അങ്ങനത്തെ നിരവധി ക്വസ്റ്റ്യൻ. പിന്നെ വേറെ പോരാത്തതിന് കുറെ ഏജൻസിക്കാർ പറയുന്നുണ്ട്, ലൈക്ക് പകുതി ഫീസ് നിങ്ങൾ ഇപ്പൊ അടച്ചോ, ബാക്കി പകുതി അവിടെ ചെന്നിട്ട് പാർട്ട് ടൈം കൊണ്ട് അടച്ചു തീർക്കുക, അങ്ങനത്തെ കുറെ മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. ഇതിനെയൊക്കെ പറ്റി നമ്മളൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ അധികം ലെങ്ത് ഒന്നുമില്ല, ചെറിയ വീഡിയോ ആയിരിക്കും. പിന്നെ അവസാനം വരെ കാണുക, ഞാൻ എല്ലാ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പാർട്ട് ടൈം കൊണ്ട് ലോൺ അടച്ചു തീർക്കാൻ പറ്റുമോ ആ കാര്യത്തിലായിട്ട് വരാം. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പാർട്ട് ടൈം കൊണ്ട് നിങ്ങൾക്ക് ലോൺ അടച്ചു തീർക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 20 ലക്ഷം ലോൺ എടുത്ത് അതിനൊരു EMI തന്നെ വന്നത് ഒരു 30 അത്രയൊക്കെ ആവും. പിന്നെ പോരാത്ത നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഫീസ് പകുതി മുക്കാലും കെട്ടിവെച്ചിട്ടായിരിക്കും എന്ന് ലോൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കയറിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ല ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ, അത്രയ്ക്ക് നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ആ ഒരു മന്ത് തന്നെ ജോലിക്ക് കയറാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്, കുറച്ച് പാടാണ് പാർട്ട് ടൈം ഒക്കെ കിട്ടാൻ. അപ്പൊ ഇപ്പൊ ഒരു നോർമൽ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു ഫസ്റ്റ് മന്ത് സെക്കൻഡ് മന്ത് ഇപ്പൊ ഒരു നല്ല രീതിക്ക് അന്വേഷിച്ചായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പൊ ഈ 2 മാസത്തെ ഇൻട്രസ്റ്റ് ഒക്കെ അവിടെ കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ജോലി കിട്ടിയെന്ന് വെച്ചാൽ ഒരു 3-ാമത്തെ മാസം തൊട്ട് കൂട്ടിക്കും. നിങ്ങൾക്ക് ഒരു 3-ാമത്തെ മാസം തൊട്ട് ജോലി കിട്ടി. അപ്പൊ നിങ്ങൾ ഇതിനകത്തായിട്ട് നിങ്ങളുടെ ലോൺ എമൗണ്ടിലായിട്ട് അടയ്ക്കാൻ പോകുമ്പോൾ നിങ്ങൾ എന്തോരം അടയ്ക്കും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇവിടെ ഇപ്പൊ ഒരു പാർട്ട് ടൈം ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ഏകദേശം ഇപ്പോഴത്തെ ഒരു എന്നതാ മിനിമം പേ എന്ന് പറഞ്ഞാൽ 12-10 ഓരോ കമ്പനി ബേസ് ചെയ്തിരിക്കും. ഇപ്പൊ ചില നല്ല കമ്പനിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 13, 14, 15 വരെ കിട്ടണം. ഓരോ ജോലിന്റെ ഒരു ഷെഫ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 15 വരെ കിട്ടിയെന്ന് വരാം. അപ്പൊ നമുക്ക് അത്ര ഒന്നും വേണ്ട, നമുക്കൊരു 13 വെച്ച് കൂട്ടാം. 13 വെച്ച് കൂട്ടിയാലും ചെറിയൊരു ചില്ലറേ വരുന്നുള്ളൂ, 1 ലക്ഷത്തി സംതിങ്. ഓക്കെ, അപ്പൊ ആ 1 ലക്ഷം ഇപ്പൊ കിട്ടിയെന്ന് വെച്ചു. അപ്പൊ നിങ്ങളുടെ റെന്റ് ഇവിടെ വരുന്നുണ്ട്, നല്ല എമൗണ്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു റെന്റ് നമുക്കൊരു 350-400 ആയിരിക്കും എങ്ങനെ കളിച്ചാൽ. ഇപ്പൊ ലണ്ടനിലൊക്കെ ആണെങ്കിൽ നിൽക്കണം പോകട്ടെ, 400 നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പൊ 400 പോയിട്ട് ബാക്കി നിങ്ങളുടെ കയ്യിൽ 600 പൗണ്ടാണ് ഉള്ളത്. പിന്നെ പിന്നെ നിങ്ങളുടെ ട്രാവൽ കോസ്റ്റും അതും ഇപ്പൊ ജോലിക്കും പോകണം, ട്രാവൽ ചെയ്യണം. പിന്നെ അതുകൂടാണ്ട് നിങ്ങൾക്ക് ഇപ്പൊ യൂണി പോകണമെങ്കിൽ അവിടെയും ട്രാവൽ ചെയ്യണം. ഒരു 100 പൗണ്ട്, 100 അല്ല അതിന് പൊക്കത്ത് പോകും, എന്നാലും പോട്ടെ 100 പൗണ്ട് അങ്ങ് മാറ്റി വെച്ച് അപ്പൊ തന്നെ 500 പൗണ്ട് അവിടെ തീർന്നു, മനസ്സിലായോ? പിന്നെ നിങ്ങളുടെ ചെലവും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ഇതൊക്കെ ഫുഡ് കഴിക്കണ്ടേ, പിന്നെ നിങ്ങൾക്ക് ഉടുപ്പൊക്കെ മേടിക്കണ്ടേ. ഇവിടുത്തെ ഇപ്പൊ എന്നാ പറയാണ്, വിന്ററൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ കുറെ ഉടുപ്പ് വേണ്ടി വരും. ലൈക്ക് ഇങ്ങനെ കുറെ ജാക്കറ്റും അതും ഇത്. ഇവിടുത്തെ ഒരു സ്റ്റൈലുണ്ട്, ഇപ്പൊ നാട്ടിൽ നിന്ന് തന്നെ ഒരു സ്റ്റൈൽ അല്ലായിരിക്കും. നമ്മൾ നാട്ടിലത്തെ നമ്മൾ അത്ര ലാവിഷായിട്ടൊന്നും കാണിക്കാണ്ട് നടന്നാലും, പക്ഷെ ഇവിടെ വരുമ്പോ ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് ലൈക്ക് ഒരു ഇതൊക്കെ വരുമ്പോ അവരുടെ ഒരു സ്റ്റൈൽ നിങ്ങൾ കോപ്പി ചെയ്യാൻ നോക്കും. അതെന്താണെങ്കിലും ഇപ്പൊ നമ്മൾ നാട്ടിലാണെങ്കിലും നമ്മൾ മര്യാദക്ക് വേഷം ധരിച്ചല്ലേ നടക്കുള്ളൂ. അപ്പൊ ആ ഒരു സ്റ്റൈൽ ഇവിടെയും കൊണ്ടുവരാൻ നോക്കും. അപ്പം ഇവിടുത്തെ ഒരു ശരാശരി ഒരു ബനിയൻ എടുക്കണമെങ്കിൽ തന്നെ ഒരു 3-4 പോട്ടെ 400 രൂപ നാട്ടിലെ. ചെറിയൊരു ഞാൻ ടീഷർട്ടിന്റെ കേസാണല്ലോ, ഗേൾസ് വേണമെങ്കിൽ അതിൽ കൂടാം. പിന്നെ പ്രൈമാർക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഈ പ്രൈമാർക്ക് എന്നൊക്കെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ് ഈ ഉടുപ്പും കാര്യങ്ങളും. പക്ഷെ അതിന് വലിയ ക്വാളിറ്റി അതൊരു പ്രശ്നമാണ്. അപ്പൊ അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പൊ അതൊക്കെ വിട്, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോ. അപ്പൊ അങ്ങനത്തെ കുറെ നിങ്ങളുടെ ഡ്രസ്സും അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കൊക്കെ ഏകദേശം ഒരു 100 പൗണ്ട് മാറ്റി വെക്കുക. ഇപ്പൊ തന്നെ അപ്പൊ ഫുഡും ഈ ഡ്രസ്സും അങ്ങനത്തെ കുറെ ആക്സസറീസ് ഒക്കെ വരുമ്പോൾ തന്നെ 200 പൗണ്ട് അവിടെ പോയി. അപ്പൊ ബാക്കി നിങ്ങൾ ഈ 300 പൗണ്ട് ഉണ്ട് നിങ്ങളും ഉണ്ട്. ഈ 300 പൗണ്ടിൽ നിന്ന് നിങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, EMI ആണ് ഞാൻ പറഞ്ഞ എന്നിട്ട് 30,000 പൗണ്ടിന്റെ അടുത്ത് പിന്നെ 20-25 ലക്ഷം രൂപ ഒരു പുള്ളി ലോൺ എടുത്തെന്ന് വെച്ചാൽ അത്രയൊക്കെ വരും. ഒരു 25-30 വരെ ആയിരിക്കും അവന്റെ ഒരു EMI വരുന്നത്. അപ്പൊ ആ ഒരു എമൗണ്ടിലായിട്ട് നിങ്ങൾ ഈ 300 പൗണ്ട് നിങ്ങളുടെ കയ്യിൽ ആകെയുള്ള ബാക്കി വന്നവരൊക്കെ ഒരു എമൗണ്ട് ആണ്. ആ 300 എടുത്ത് നിങ്ങൾ അങ്ങോട്ട് അടച്ചെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങളുടെ പിന്നെ ഫണ്ടില്ല, മനസ്സിലായോ? ഇപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി വന്ന് എന്ത് പറയാനാ, പെട്ടെന്ന് നിങ്ങളെ വല്ല കയ്യോ കാലോ എന്തെങ്കിലും കുളിക്ക്, അപ്പൊ നിങ്ങൾക്ക് അത് പോട്ടെ, ഒരു മരുന്ന് മേടിക്കണം, മനസ്സിലായോ? ഒരു ഫാർമസിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മരുന്ന് മേടിക്കണം, കാശില്ല. സാധനം കിട്ടിയോ? അതാണ് ഞാൻ പറഞ്ഞ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ള 300 പൗണ്ട് നിങ്ങൾക്ക് മാക്സിമം ഒരു അതിൽ നിന്ന് ഒരു 200 പൗണ്ട് അങ്ങേയറ്റം പോട്ടെ കൊടുത്ത് ഇൻട്രസ്റ്റിലായിട്ടേ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റണം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം ഒക്കെ ആകാൻ പറ്റും. ഈ സമ്മർ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫുൾ ടൈം ചെയ്യാൻ പറ്റും. എനിക്ക് കിട്ടിയായിരുന്നു, എനിക്ക് എന്റെ 2 ഇയർ കോഴ്സാണ്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ എനിക്ക് 4 മാസം കിട്ടി. ഉള്ള കാര്യം പറയാലോ, 4 മാസം ഫുൾ ടൈം ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ അന്നും പറഞ്ഞ് 20 ലക്ഷം ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഇവിടുത്തെ റെന്റ് പോയി നിങ്ങൾക്ക് ഒരു 3-4 അത്രയൊക്കെ ഉണ്ടാക്കാം. ഒരു 4 മാസമൊക്കെ ഫുൾ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഒരു
മാക്സിമം ആട്ടോ ഞാൻ പറയാം 4, കുറച്ചും കൂടി ഒന്ന് നമ്മൾ ഒതുങ്ങി നല്ല രീതിക്ക് ഒതുങ്ങി കഴിഞ്ഞാൽ അത് 4 വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് 4 മാസം എൻ്റെ ഒരു കണക്ക് വെച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ പാർട്ട് ടൈം കൊണ്ടപ്പോൾ നിങ്ങൾക്ക് ലോണൊന്നും അടച്ച് തീർക്കാൻ പറ്റത്തില്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കേസ് ഇവിടെ എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ച കേസാണ്. ലൈക്ക് എന്താ ഏജൻസിക്കാർ പറഞ്ഞു പകുതി പൈസ ഇപ്പൊ അടച്ചോ, പകുതി പൈസ നിങ്ങൾ അവിടെ പോയി പാർട്ട് ടൈം കൊണ്ട് അടച്ചാൽ മതി. ആ കാലമൊന്നും അല്ല, ഒരു 4-5 കൊല്ലം മുന്നേ ആയിരുന്നു ചിലപ്പോൾ നടന്നേനെ. കുറെ ജോബ്സ് ഉണ്ട്, കുറെ ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെ ഉണ്ട്. ലൈക്ക് നമുക്ക് NIയുടെ കൂടെ തന്നെ വേറെ ക്യാഷ് ഇൻ ഹാൻഡ് ജോബ് ഒക്കെ കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫുൾ ടൈം ചെയ്യണ പോലെയാണ്. പക്ഷെ ഇപ്പൊ ആ സാധനവും കിട്ടണില്ല. അതാണ് ഇപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്താലും ചിലപ്പോൾ ഇങ്ങനെ വല്ല റൈഡും അതും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ബാനാണ്. പിന്നെ ഇങ്ങോട്ട് വരാനും നടക്കത്തില്ല. പിന്നെ അവിടുത്തെ ലോണൊക്കെ ആയിട്ട് കടക്കിണിയില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്യാൻ, പക്ഷെ അങ്ങനെ അത് സീനാണ്. അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു യൂണിയനിലായിട്ടുള്ള ഫീസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ മാക്സിമം അവിടെ നിന്ന് അടച്ചിട്ട് വരാൻ നോക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് ബാഡാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്നവർക്ക് ഇതുവരെ ജോലി ആയില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് അയക്കുന്നുണ്ട്. ഇത് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുറെയൊക്കെ എന്ന് വെച്ചാൽ ചിലർക്ക് ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പൊ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരന് കിട്ടണമെന്നില്ല, മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മാക്സിമം നിങ്ങൾ ഫീസൊക്കെ ആണെങ്കിലും നാട്ടിൽ നിന്ന് അടച്ചിട്ട് വരിക. ഇവിടെ വന്ന് പാർട്ട് ടൈം ചെന്ന് അടക്കാൻ പറ്റത്തില്ല. 10 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് ഫീസ് ഉണ്ടെങ്കിൽ ഇവിടെ പാർട്ട് ടൈം നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾക്ക് യൂണിയിലും പോകണം, വർക്കിനും പോകണം. അപ്പൊ അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം വിചാരിക്കുക, അല്ലെങ്കിൽ ഫുൾ ടൈം ചെയ്യുക. ഫുൾ ടൈം ചെയ്ത് മൊത്തം സീനാവുക എന്ന് വെച്ചാൽ വിസ പോലും കിട്ടത്തില്ല. പിന്നെ PSW അവിടെ ക്യാൻസൽ ആവും. നിങ്ങൾ ഇല്ലീഗലായിട്ടാണ് വർക്ക് ചെയ്താൽ, മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മാക്സിമം നാട്ടിൽ നിന്ന് ഫീസ് അടച്ചിട്ട് വരാൻ നോക്കുക. അതായിരിക്കും നിങ്ങളുടെ ഒരു സേഫ്. അപ്പൊ നിങ്ങൾ പിന്നെ ഫീസിനെ പറ്റി നിങ്ങൾ ആദ്യം പിടിച്ച് ആവേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പോവുക. പിന്നെ ആ ഒരു ഫീസിന് എമൗണ്ട് നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടച്ചു തീർക്കാവുന്നേ. പക്ഷേ ഫുൾ ടൈം ആയിട്ട് ചെയ്യുമ്പോഴും അടുത്ത കുറെ സീൻ വരും. നമുക്ക് വേറെ ജോലിയും തപ്പണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടൈമും കിട്ടത്തില്ല. അത് പോട്ടെ, അതൊക്കെ പിന്നീടുള്ള വേവലാതിയും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് പിന്നെ ആലോചിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പാർട്ട് ടൈം കൊണ്ട് നിങ്ങൾക്ക് ലോൺ അടച്ചു തീർക്കാൻ പറ്റില്ല. പാർട്ട് ടൈം കൊണ്ട് നിങ്ങളുടെ പകുതി മുക്കാൽ ഫീസും അടച്ചു തീർക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു ചെറിയൊരു എമൗണ്ട് 2-3 രൂപയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പകുതി വെച്ച് അടയ്ക്കാൻ പറ്റും. ഇവിടെ അങ്ങനത്തെ കുറെ ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഒറ്റയടിക്ക് അടച്ചില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പഠിക്കുന്ന ഹെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റിയിൽ അവിടെ കുറച്ച് ഇങ്ങനെയുണ്ട്. എനിക്കറിയില്ല, എല്ലാ യൂണിവേഴ്സിറ്റിയിലും കാണും. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത്ര വെച്ച് അടച്ചടച്ച് പോകും. നമുക്ക് തന്നെ പേ ചെയ്യാം. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പേ ചെയ്യുമ്പോൾ അവിടെ മൈനസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ അടച്ചു പോകും. പക്ഷേ 10 ആണെങ്കിലും പണി കിട്ടും. എന്ന് വെച്ചാൽ ഫൈനൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ തന്നെ ഞങ്ങള് വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ മറ്റേ ആദ്യത്തെ കുറച്ച് സെമ്മിന്റെ ഫീസ്, പക്ഷേ എനിക്ക് ലോൺ ഓൾറെഡി ഉള്ള കാരണം എനിക്ക് അവിടെ റിക്വസ്റ്റ് കൊടുത്ത് അവർ ഡയറക്റ്റ് അടച്ചോളും. പക്ഷേ ഞാനും കുറച്ച് വെയിറ്റ് ചെയ്ത്. തന്നെ ഇവരുടെ ഒരു മെസ്സേജ് ഒന്നും വന്നില്ല. പക്ഷെ മെസ്സേജ് വരണമെന്ന് പറഞ്ഞാൽ 20 ദിവസം ഗ്യാപ്പിലൊക്കെ ആയിരിക്കും ഇവന്മാർ മെസ്സേജ് തരണം. 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഫീസ് അടച്ചില്ലെങ്കിൽ അതിന്റെ പൊക്കത്ത് ഫൈൻ കയറും, അല്ലെങ്കിൽ അടുത്ത വാർണിംഗ് വല്ലതും വരും. അങ്ങനെ പറഞ്ഞായിരിക്കും മെസ്സേജ് വരുന്നത്, മനസ്സിലാവും. അപ്പൊ 20 ദിവസത്തിനുള്ളിൽ ഒറ്റയടിക്ക് അടക്കാൻ ബാങ്ക് ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ നേരെ റിക്വസ്റ്റ് കൊടുക്കുന്നു, ഒരു 3-ാം ദിവസം ഫീസ് പേ ചെയ്ത് നമുക്ക് സംഭവം കിട്ടും, റെസിപ്റ്റും കിട്ടും. പക്ഷേ നിങ്ങൾ തന്നെയാണ് പേ ചെയ്യണമെങ്കിൽ ഈ ഒറ്റയടിക്ക് ഇവന്മാർ ഈ ഒരു മെസ്സേജ് ഇടുമ്പോൾ എവിടെ നിന്ന് എടുക്കാനാ? അത് മനസ്സിലായോ? അപ്പൊ മാക്സിമം എല്ലാം പേ ചെയ്തിട്ട് വരിക. ലോൺ നിങ്ങളുടെ പാർട്ട് ടൈം കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് നൈസായിട്ട് മൂവ് ചെയ്തിട്ട് പോവുക. ഫുൾ ടൈം ആകുമ്പോൾ മര്യാദക്ക് അതിന്റെ പകുതി മുക്കാൽ അടച്ചു തീർക്കുക. ഒരു നല്ല ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എമൗണ്ട് പേ ചെയ്ത് തരാം. പിന്നെ എഡ്യൂക്കേഷൻ ലോൺ എനിക്ക് തോന്നുന്ന കാലാവധി 15 കൊല്ലം എങ്ങാണ്ടുമാണ്. ഒരു നല്ല ജോലി കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ സെറ്റിൽ ആവും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നൈസായിട്ട് സ്മൂത്ത് ആയിട്ട് നടക്കുകയും ചെയ്യുന്നെങ്കിൽ ലോണൊക്കെ പാർട്ട് ടൈം എന്ന് പറഞ്ഞ് നടക്കുക. ഇപ്പൊ ഒരു 4000 പൗണ്ടിന്റെ ഒരു ജോബൊക്കെ കിട്ടി 4 ലക്ഷം രൂപയാണ് നൈസായിട്ട് നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് വേണമെങ്കിൽ ലോൺ ഉള്ളൂ. 1 വർഷം പോലും വേണ്ട, നിങ്ങൾ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു 5-6 മാസം കൊണ്ട് തന്നെ ലോൺ അടച്ച് തീർക്കാം. അപ്പൊ നിങ്ങൾക്ക് വല്ല ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് ഇട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് ഞാൻ മറ്റേ ബയോയിൽ ഇട്ടിട്ടുണ്ട്, അതിൽ കയറി മെസ്സേജ് അയക്കാം. ഇപ്പൊ എനിക്ക് കുറെ പേര് അതിനകത്താണ് അയക്കണത്. പിന്നെ കമന്റ് സെക്ഷനിൽ കാണുന്ന കമന്റിന് ഞാൻ റിപ്ലൈയും തരുന്നതാണ്. ഞാൻ കണ്ടാൽ മാത്രം. ഇപ്പൊ എനിക്ക് കുറെ കമന്റ് വരുന്നുണ്ട്, വളരെ സന്തോഷം. നമ്മുടെ ആദ്യത്തെ വീഡിയോ എങ്ങാണ്ട് 5K അടിച്ചിട്ടുണ്ട്. അതിനും വലിയ താങ്ക്സ്. ഇതൊക്കെ കണ്ടാലാണ് എനിക്കൊന്ന് മോട്ടിവേഷൻ ആവുള്ളൂ വീഡിയോ ഇടാൻ. അപ്പൊ ശരി ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ.